ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എഥനോളിനെ കുറിച്ച് എൻ്റെ ഒപ്പീനിയനാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, എഥനോൾ ഇപ്പോൾ 20% ചേർത്താണ് പെട്രോളിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ അത് വന്നിട്ട് 2024 ഏപ്രിലാണെന്ന് തോന്നുന്നു. ഏപ്രിലിന് ശേഷം ഇറങ്ങുന്ന വണ്ടികളിൽ മാത്രമേ അത് സപ്പോർട്ടായിട്ടുള്ള വണ്ടികൾ ഇറങ്ങുന്നുള്ളൂ. അതിന് മുമ്പുള്ള എല്ലാ വണ്ടികൾക്കും ഇത് സപ്പോർട്ടല്ല. സപ്പോർട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അത് പെട്രോളുമായി ബന്ധപ്പെട്ട ഫിൽറ്ററുകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ആവശ്യം നല്ലൊരു രീതിയിലുള്ള കേടുപാടുകൾ വരുത്തുന്നുണ്ട്. സത്യത്തിൽ കുറഞ്ഞതൊരു 10 വർഷവും കൂടി പെട്രോളും E20യും ഒരുമിച്ച് വിൽക്കേണ്ടതാണ്. പക്ഷേ E20 അടിച്ചു കഴിഞ്ഞാൽ മൈലേജ് കുറയുന്നുള്ളതുകൊണ്ട് എല്ലാവരും മിക്കവാറും മറ്റത് തന്നെ അടിക്കും. അപ്പോൾ ഇതാരും വാങ്ങില്ല എന്ന് കരുതിയിട്ടായിരിക്കണം E20 മാത്രമാക്കി ഇപ്പോൾ നാട്ടിൽ കൊടുക്കുന്നത്. ഇതിന് വന്നിട്ട് ഗുണവശവും ഉണ്ട്, ദോഷവശവും ഉണ്ട്. ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് യുദ്ധമൊക്കെ വരികയാണെങ്കിൽ രാജ്യത്തിന് ഇത്രയും കൂടി നാൾ പിടിച്ചു നിൽക്കാൻ പെട്രോൾ ശേഖരത്തിൽ നിന്ന് ഈ എഥനോൾ മിക്സ് ചെയ്യുന്നത് വഴി സാധിക്കും. അതങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ ചെറിയ ചെറിയ വാഹനങ്ങൾക്ക് ദോഷം വരുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആണ് ദോഷമായിട്ട് വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ലോങ് കൂടുതൽ ഓട്ടോ ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല ഇലക്ട്രിക് ബൈക്ക് ഓർ കാർ എടുക്കുന്നത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. കാരണം യുദ്ധമൊക്കെ ഇനി അങ്ങോട്ട് നീണ്ടു പോവുകയാണെങ്കിൽ പെട്രോളിനൊക്കെ വില കൂടാനും പെട്രോളിന് വില കൂടുന്നതിയാലും മൈലേജ് കിട്ടാത്ത അവസ്ഥ E20 കാരണം വരികയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ലത് ഇലക്ട്രിക് എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. പെട്രോൾ വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോൾ മെയിൻ്റനൻസും ഇലക്ട്രിക് വാഹനങ്ങളിൽ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. വരുമ്പോൾ വലിയ പണിയാണ് കിട്ടുന്നതെങ്കിലും അല്ലാത്തപ്പോഴൊക്കെ കുഴപ്പമില്ലാതെ മെയിൻ്റനൻസ് ചെയ്ത് നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. എഥനോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കണ്ടുപിടുത്തം തന്നെയാണ്. പക്ഷേ അതിന് ഇനിയും കുറച്ചും കൂടി അതിനനുസരിച്ചുള്ളൊരു എൻജിനൊക്കെ സെറ്റ് ചെയ്ത് വരേണ്ട ഒരു സമയം എന്തായാലും വേണ്ടി വരും. അപ്പോഴത്തേക്കും കമ്പനികളെല്ലാം വലിയ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ മൈലേജ് പോകാത്ത രീതിയിലും മൈലേജ് കൂടുതലുള്ള വാഹനങ്ങൾ ചിലപ്പം ഭാവിയിൽ ഇറക്കാൻ സാധ്യതയുണ്ട്. അതാണ് എഥനോളിൽ എനിക്ക് തോന്നുന്നത്. അതുവരെ ഇലക്ട്രിക് സ്കൂട്ടർ എല്ലാം നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ തോന്നൽ. ബൈക്കിൽ വോയിസ് എടുത്തപ്പോൾ വോയിസ് ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് ഈ വോയിസ് എടുക്കുന്നത്. എന്തായാലും ഫ്യൂച്ചറിൻ്റെ കണ്ടുപിടുത്തം എന്ന രീതിയിൽ എനിക്ക് ഇതിൽ എഥനോൾ ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാത്രമാണ് ഇതൊരു പ്രശ്നമായിട്ട് നീണ്ടു നിൽക്കുന്നത്. ഒരു 10-15 വർഷത്തിനപ്പുറം E20 കണ്ടുപിടുത്തം നമുക്ക് എന്തായാലും വലിയൊരു നേട്ടം തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ക്രൂഡ് ഓയിൽ നിക്ഷേപങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എല്ലാ കാലത്തും വെളിയിലുള്ള രാജ്യങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് വാങ്ങേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ ഈ 85ഉം E100 എത്തുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി സാമ്പത്തിക ഭദ്രമായ ഒരു രാജ്യമായി മാറും. അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ കണ്ടുപിടുത്തത്തെയും ഈ E20 മെത്തേഡിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഒന്നും നഷ്ടപ്പെടുത്താതെ ഒന്നും നേടാനാകൂല എന്നുള്ള കാര്യവും കൂടി ഞാൻ ഇതിനോടൊപ്പം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ നിരീക്ഷണത്തിൽ ഇനിയുള്ളൊരു 5 വർഷം ഏറ്റവും നല്ലത് ഇലക്ട്രിക് സ്കൂട്ടറിലേക്കോ ഇലക്ട്രിക് കാറുകളിലേക്കോ മാറുന്നത് തന്നെയാണ് നല്ലതെന്നും അതിനുശേഷം എഥനോൾ സപ്പോർട്ട് ചെയ്യുന്ന നല്ല മൈലേജുള്ള വണ്ടികൾ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെയുള്ള വണ്ടികളിലേക്ക് കടക്കാമെന്നുമാണ് എൻ്റെ ഒരിത്. അതുവരെ നമുക്ക് രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാം. ഇത് എൻ്റെ മാത്രം ഒരു വിശകലനമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് എഥനോളിനെ കുറിച്ച് പറയാൻ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ.